എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. എത്തരത്തിലുള്ള കണ്ണടകളാണ് ഉപയോഗിക്കേണ്ടത്? പവർ കൂടിയ കണ്ണടകൾ. ഒരു പാരഡിയിലെ രാഷ്ട്രീയം എന്താണെന്ന് വ്യക്തമായിട്ട് കണ്ടു മനസ്സിലാക്കാൻ കഴിവുള്ള കണ്ണടകൾ. അത്തരം കണ്ണടകളുടെ ചില്ലറ വിൽപ്പനയിലേക്ക് ഇറങ്ങുകയാണ് നമ്മുടെ കവിയും. രാഷ്ട്രീയ ഭേദമന്യേ സാമൂഹ്യ പ്രശ്നങ്ങളെ വിശകലനം ചെയ്യാൻ പാകത്തിന് വിളഞ്ഞു മൂത്ത മുരുകൻ കാട്ടാക്കട. പാരഡി ഇറങ്ങുമ്പോൾ ആ പാരഡിയുടെ കണ്ടന്റ് ആ വൈകാരികതയെ ബാധിക്കുന്നുണ്ടോ എന്നുള്ള ഒരു പ്രശ്നം തന്നെയാണ്. മനുഷ്യനാകണം, മനുഷ്യനാകണം, ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ നിനക്ക്. നിങ്ങൾ പേരിട്ടതെന്താണ്? മാർക്സിസം. ഉയർച്ച താഴ്ചകൾക്ക് അതീതമായി മനുഷ്യനെ കൊള്ളയടിക്കുന്ന ആ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി തൂലിക ചലിപ്പിക്കുന്ന കവി എന്ന നിലയിൽ നിങ്ങളുടെ ഈ ന്യായീകരണത്തിന് വലിയ അതിശയമൊന്നുമില്ല. എങ്കിലും കേസും ബാധവും ഒക്കെ ആയിട്ട് ഇറങ്ങി തിരിച്ച സഖാക്കന്മാരിപ്പോൾ ടേൺ അടിച്ചിരിക്കുന്ന വേളയിൽ പോലും നിങ്ങൾക്കതിനെ ന്യായീകരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിലെ അടിമബോധം ചില്ലറയല്ല, ചെറുതല്ല. ഈ പാരഡി ഗാനത്തിനെ പൊളിറ്റിക്കലായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ആ പൊളിറ്റിക്കലായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന് അനുകൂലവും പ്രതികൂലവുമായ പലതരത്തിൽ ചലനങ്ങൾ ഉണ്ടാവും. കവിയുടെ അഭിപ്രായ പ്രകാരം ഒരു രാഷ്ട്രീയ കാര്യത്തിന് വേണ്ടിയാണ് ആ പാരഡി ഗാനം ഉപയോഗിച്ചത്. അപ്പോൾ അതിലെ രാഷ്ട്രീയ ലക്ഷ്യമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ കവി ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കവിയുടെ തൂലിക ചലിപ്പിക്കുമ്പോൾ അതിൽ എത്രത്തോളം യുക്തിയുണ്ട്, നിങ്ങൾ എഴുതുന്ന വരികളും യാഥാർത്ഥ്യവുമായിട്ട് നല്ല പൊരുത്തമുണ്ടോ എന്ന് ചിന്തിച്ചിട്ടാണോ നിങ്ങൾ വരികൾ എഴുതുന്നതും അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും? ആ ചോര വീണ മണ്ണിൽ നിന്ന് നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ആ ചോര പൂമരം ഉണ്ടല്ലോ, അതിന് വളരണമെങ്കിലും പടരണമെങ്കിലും ചോര തന്നെ വേണം, ചോരയാണ് അതിൻ്റെ വളം എന്ന് അവർ വീണ്ടും വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് ഈ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം വടിവാൾ എന്ന പ്രത്യേക ആയുധവുമായിട്ട് വീടുകൾ കയറി ഇറങ്ങിയത് കവിയുടെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നോ? ആ വടിവാളിന് എന്ത് രാഷ്ട്രീയ ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത്? അത് രാഷ്ട്രീയത്തിലും ഒരു രാഷ്ട്രീയ മത്സരത്തിലും സ്വീകാര്യമായിട്ടുള്ള ഒരു രീതിയാണോ? അതിനെക്കുറിച്ച് കവിയൊന്നും അഭിപ്രായപ്പെട്ടില്ല. അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രാർത്ഥന പോലെ കൊണ്ടു നടക്കുന്ന ചില പാട്ടുകളുണ്ട്. ആ വൈകാരികതയെ ബാധിക്കുന്നുണ്ടോ എന്നുള്ള ഒരു പ്രശ്നം തന്നെയാണ്. ഒരു പ്രശ്നമില്ല, ഞങ്ങളൊക്കെ ഭക്തരാണ്. ഞങ്ങളുടെ ഒന്നും വൈകാരികതയെ അത് ഒരു തരത്തിലും 1% പോലും ബാധിച്ചിട്ടില്ല. നിങ്ങൾ വിശ്വാസിയാണോ? നിങ്ങളുടെ വൈകാരികതയെ അത് ബാധിച്ചോ? അതോ നിങ്ങൾ വിശ്വാസിയല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ ഭക്തജനങ്ങളുടെ വൈകാരികതയെക്കുറിച്ച് കൃത്യമായിട്ട് സംസാരിക്കുന്നത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അപ്പോൾ ഈ നമ്മൾ എഴുതുന്ന വരികളും ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ കണ്ടന്റും വൈകാരികതയും തമ്മിലുള്ള ഒരു ബന്ധം നിങ്ങൾ എപ്പോഴും കണക്കിലെടുക്കാറുണ്ടല്ലോ അല്ലേ? അപ്പോൾ നിങ്ങളിങ്ങനെ നിങ്ങളുടെ ഇടതുപക്ഷത്തിന് വേണ്ടി വരികൾ എഴുതി തള്ളുമ്പോൾ ജനങ്ങളുടെ വൈകാരികതയുമായിട്ട് അത് പൊരുത്തപ്പെടുന്നുണ്ടോ? ജനങ്ങളുടെ വൈകാരികതയെ അത് മുറിപ്പെടുത്തുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? അതാണ് കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അയ്യപ്പൻ എന്ന ഭഗവാനെ മോശക്കാരനാക്കിക്കൊണ്ട് ഒരു വരി പോലും ആ പാട്ടിലില്ല, ഒരക്ഷരം പോലും അതിലില്ല. അതിൻ്റെ ഈണം ഉപയോഗിച്ച് അയ്യപ്പ എന്നൊരു വാക്കും കൂടി അതിൻ്റെ കൂടെ ചേർത്തപ്പോൾ അത് ഭക്തജനങ്ങളുടെ വൈകാരികതയെ വല്ലാതെ വ്രണപ്പെടുത്തുന്നു. നമ്മളൊക്കെ ഉള്ളിലിട്ട് താലോലിക്കുന്ന ചില പാട്ടുകളാണ്. അതങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഒരു ഇടതുപക്ഷ മീഡിയയിലൂടെ ആണ് കേരളത്തിൽ പ്രചരിച്ചിരുന്നു എങ്കിൽ ഈ ഫാസിസ്റ്റ് വർഗീയ കക്ഷികൾ അല്ല എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? കോൺഗ്രസ്സുകാരും BJP-ക്കാരും മാത്രമൊന്നുമല്ല, രാഷ്ട്രീയക്കാരൊന്നുമല്ല ഇത് പാടിക്കൊണ്ട് നടക്കുന്നതിലേറെയും സാധാരണക്കാരാ, അതിലേറെയും ഭക്തജനങ്ങളാ. ഇത് പാടിക്കൊണ്ട് നടക്കുന്ന സകല ജനങ്ങളും അതിലെ വൈകാരികത ഉൾക്കൊണ്ട് തന്നെ പാടുന്നതാണ്. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. അവിടെ നടന്ന കാര്യം ഒരക്ഷരം തെറ്റാതെ ഒരു അതിശയോക്തി പോലും ഇല്ലാതെ കൃത്യമായിട്ട് പ്രതിഫലിക്കുകയാണ് ആ വരികളിലൂടെ. എത്ര മനോഹരമായിട്ടുള്ള വരികൾ! പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ. പിന്നെ കുറച്ച് ആളുകൾ പറയുന്നു അത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് എടുത്തു പറഞ്ഞില്ല. പോറ്റി ആ വിഭാഗത്തെ മുഴുവൻ നാണം കെടുത്തുന്ന രീതിയിൽ, അപമാനിക്കുന്ന രീതിയിൽ അത് എഴുതിയെന്നൊക്കെ അഭിപ്രായപ്പെടുന്ന ചിലരുണ്ട്. ഇതിപ്പോൾ നമ്മൾ പോറ്റി എന്ന് ഉദ്ദേശിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ ആണ് എന്ന് കവി ഇപ്പോൾ അനൗൺസ് ചെയ്തുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും അറിയാം അത് ഏത് പോറ്റിയാണെന്ന്. പിന്നെ ഈ പറഞ്ഞ വരികളിൽ എന്താ തെറ്റുള്ളത്? പോറ്റി അതിനകത്ത് കയറി അല്ലേ, സ്വർണം ചെമ്പായിട്ട് മാറിയില്ലേ? അത് കോടതി ശരിവെച്ച കാര്യമല്ലേ? അപ്പോൾ ഇതൊക്കെ സ്വർണ്ണപ്പാളികളൊക്കെ മാറ്റി അത് ആരാ? ഇവിടെ ഇപ്പൊ കേരളത്തിൽ ഭരണം നടത്തുന്നത് കോൺഗ്രസ് ആണോ, BJP ആണോ, RSS ആണോ? ആരാ? അപ്പൊ ഇവിടെ ഇപ്പം ഭരണത്തിൽ നിലവിലുള്ള ആളുകൾ, അന്ന് മന്ത്രിയായിരുന്ന ആളുകൾ, അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത, സഹായമൊക്കെ ചെയ്തു കൊടുത്ത ആളുകളെല്ലാം സഖാക്കളായിരുന്നത് കൊണ്ട് സഖാക്കൾ അത് ചെയ്തു എന്ന് പറഞ്ഞു.
ഇതിനകത്ത് യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു പൊരുത്തക്കേടും ഇല്ല. നടന്ന കാര്യങ്ങൾ എത്ര മനോഹരമായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്ന കവി. അപ്പോൾ ഈ ഗാനത്തിനെതിരെ ഇറങ്ങി തിരിച്ചപ്പോൾ നിയമപരമായിട്ട് ഇതിന് യാതൊരു സാധ്യതകളൊന്നും ഇല്ല, ഇത് നിലനിൽക്കില്ല, ഇത് കോടതിയിലും നിലനിൽക്കുന്ന ഒരു കേസല്ല. എന്തുദ്ദേശത്തിന്റെ പുറത്താണോ ഇത് ഇറങ്ങി തിരിച്ചത്, അത് നടക്കില്ല എന്ന് മാത്രമല്ല വിപരീത ഫലമാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയാണ് സർക്കാർ ഉൾപ്പെടെ ഇതിൽ നിന്ന് യു ടേൺ അടിച്ചത്. അപ്പോൾ ഇനി അടുത്ത വിഷയം എടുത്തിടണം, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ലൈവായിട്ട് നിർത്തണമല്ലോ. അപ്പൊ പിന്നെ അടുത്ത് ബീഫ് എന്ന ആ ഒരു ചിത്രത്തെക്കുറിച്ചായി, സ്പാനിഷ് ചിത്രത്തെക്കുറിച്ചായി നമ്മുടെ മുഖ്യ ആവിഷ്കാര സ്വാതന്ത്ര്യ ദാഹിയുടെ പ്രസംഗം. ബീഫ് എന്ന പേരിലുള്ള സ്പാനിഷ് സിനിമയുടെ പ്രദർശന അനുമതി അവർ നിഷേധിച്ചു. പാരഡി 3G ആയ സ്ഥിതിക്ക് ഇനി ബീഫിൽ കയറി പിടിക്കാം. ബീഫിൽ പിടിച്ചാലേ മലയാളികളിൽ എന്തെങ്കിലുമൊക്കെ ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റൂ എന്നുള്ള ഏറ്റവും അധപ്പതിച്ച ഒരു തെറ്റിദ്ധാരണയും കൊണ്ടാണ് ഈയിടെയായിട്ട് നടക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ബീഫ് ഉണ്ടാക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ബീഫ് കഴിക്കാൻ പറ്റില്ല, ബീഫിനെ ഇവിടെ നിരോധിക്കും തുടങ്ങി ബീഫ് 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 എന്നുള്ള ആ ഒരു മന്ത്രോച്ചാരണമാണ് ഇപ്പോൾ സഖാക്കളിൽ നടക്കുന്നത്. മുഖ്യ സഖാവ് ഉൾപ്പെടെ അതാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബീഫ് എന്നാൽ അവർക്ക് ഒരർത്ഥമേ ഉള്ളൂ. പ്രസംഗത്തിനിടയിൽ ബീഫ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു കാര്യമല്ലേ ഓർമ്മയുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം കയ്യടി ഉയരാതിരുന്നപ്പോൾ അര സെക്കൻഡ് ക്ഷമിച്ചതിന് ശേഷം എന്നൊരു ചിരി തുടങ്ങിയിട്ട് കൊടുത്തു. അപ്പോൾ ഓഡിയൻസ് ആയിട്ടിരിക്കുന്ന അടിമകൾക്ക് മനസ്സിലായി കൈയടിക്കാനാണ് എൻ്റെ അർത്ഥമെന്ന്. അപ്പോൾ ഒന്ന് കൈയടിച്ചു കൊടുത്തപ്പോൾ ധൃതംഗ പുളകിതനായി. അവർക്ക് ഒരർത്ഥമേ ഉള്ളൂ. എത്ര ക്ഷമയോടെയാണ് അവർ കൈ അടിച്ച് തീരാൻ വേണ്ടി കാത്തു നിന്നത്. അതങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ പ്രസംഗിച്ചതിന് നന്ദി എന്നൊന്നും ആരോടൊന്ന് പറഞ്ഞേക്കരുതേ. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തുകയും ചെയ്യും. അമ്മാതിരി കമന്റ് ഒന്നും ഇവിടെ വേണ്ടെന്നും പറയും തമ്പുരാൻ. അർത്ഥം പോരാട്ടം, കലഹം എന്നൊക്കെയാണ്. ഇത് തിരിച്ചറിയാതെ ബീഫ് എന്ന് കേട്ടയുടൻ ഇവിടുത്തെ ബീഫാണ് എന്ന് കണക്കാക്കി കേന്ദ്രത്തെ പരിഹസിക്കുകയാണ് കേട്ടോ. ബീഫ് എന്ന് കേട്ട ഉടനെ നമുക്ക് പിന്നെ സിനിമയെക്കുറിച്ച്, അന്താരാഷ്ട്ര ലോക സിനിമകളെക്കുറിച്ച് എല്ലാം ബഹുഭാഷകളിൽ പാണ്ഡിത്യമുള്ളത് കൊണ്ട്, വളരെ കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ ബീഫ് എന്ന സിനിമയെക്കുറിച്ച് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് കലഹം കോലാഹലം എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ ഒരു അന്തസത്ത, അല്ലാതെ നമ്മൾ ഇവിടുത്തെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്ന ബീഫ് അല്ല എന്നൊക്കെ മുഖ്യ സഖാവിന് നേരത്തെ മനസ്സിലായി. പക്ഷെ കേന്ദ്രത്തിലുള്ളതെല്ലാം മണ്ടന്മാരല്ലേ, ആർക്കും മനസ്സിലായില്ല. അവർ വിചാരിച്ച് തിന്നുന്ന ബീഫാണെന്ന്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രദർശനാനുമതി അങ്ങ് നിഷേധിച്ച്. അപ്പൊ ഇന്നലത്തെ പ്രസംഗത്തിന്റെ മുഖ്യ പിടിവള്ളി ഇതായിരുന്നു, ബീഫ് ബീഫ്. ഇത് ആവർത്തിക്കും തോറും ആ ഒരു സദസ്സിൽ നിന്ന് കുറച്ച് കയ്യടി കിട്ടും. ആ കയ്യടി കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാതോർത്തിരിക്കും. അത് ആസ്വദിച്ച് അടുത്ത കാര്യത്തിലേക്ക്, ഒരു സെന്റൻസിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യം ഇങ്ങനെ വലിച്ചു നീട്ടി. പിന്നെ ഈ പ്രസംഗത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം കൂടി മുഖ്യദാസൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നും അംഗീകരിക്കപ്പെടേണ്ടതാണ്. നമ്മൾ എപ്പോഴും അതിന് മുൻഗണന കൊടുക്കുന്നതാണ്. ആ ഒരു സംഭവം കേന്ദ്രം കൊടുക്കുന്നേ ഇല്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേൽ കത്തിവെക്കാൻ പാടില്ല എന്നാണ് മനുഷ്യരെ മുഖ്യ ആവിഷ്കാര സ്വാതന്ത്ര്യ ദാഹി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. എല്ലാം ഒരു കല എന്നുള്ള സെൻസിൽ എടുക്കാൻ കഴിയണം. കുറേ ദിവസം കൊണ്ട് ഞാൻ പറയുന്ന കാര്യമാണിത്. അത് കറക്റ്റായിട്ട് ആ സെൻസിൽ എടുക്കാൻ പറ്റിയത് കൊണ്ടാണ് കൊടിയും പിടിച്ച് ആദ്യം ഒന്ന് ഇറങ്ങി തിരിച്ചത് ആ പാട്ടിനെതിരെ. ഒന്നും നടപ്പാവില്ലെന്ന് കണ്ടപ്പോൾ യു ടേൺ അടിച്ചിട്ട് സ്ലോ ആയിട്ട് വീണ്ടും അതിനുശേഷം ഒരു സ്റ്റേജിൽ കയറി നിന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റിയും അത് സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയും അത് സംരക്ഷിക്കാത്ത ആളുകൾക്ക് നേരെയുള്ള പരിഹാസവും ഒക്കെ നടത്തണമെങ്കിൽ ചില്ലറ തൊലിക്കട്ടി പോര മുഖ്യദാസ. ആ പാട്ടിനെതിരെ ഇടതുപക്ഷത്തിനുള്ള പ്രതിഷേധം കൃത്യമായിട്ട് ടെലിവിഷൻ ചാനലുകളിൽ ലൈവായിട്ട് നിന്ന് സംസാരിച്ച സഖാക്കളെല്ലാം ഇപ്പോൾ തെന്നി മാറുകയാണ്. എന്ത് സംസാരിക്കണം, എന്ത് പറയണം എന്നറിയാതെ തടി തപ്പുകയാണ്. ഞങ്ങൾ അങ്ങനെ ഒരു പരാതിയെ കൊടുത്തിട്ടില്ല, വേറൊരു സ്വതന്ത്ര സംഘടനയാണ് കൊടുത്തത്, ഞങ്ങൾക്കതിലൊരു പരിഭവം പോലും ഇല്ല എന്നൊക്കെ തന്നെ പറയുന്ന രീതിയിലേക്ക് അവരെത്തിയിട്ടുണ്ട്. പിന്നെ നിലപാട് പല സമയത്തും പല രീതിയിൽ പ്രകടിപ്പിക്കുന്ന ആളുകളായതുകൊണ്ട് ഇവരുടെ മിനിറ്റുകൾ ഇടവിട്ടാണ് ഇവരുടെയൊക്കെ അഭിപ്രായങ്ങൾ മാറുന്നത്. ആ കാര്യത്തിൽ നമുക്ക് അതിശയമൊന്നുമില്ല. ഏതായാലും ഇന്ത്യയും കടന്ന് ചൈനയും കടന്നൊക്കെ ഒരുപാട് രാജ്യങ്ങളിലേക്ക് ആ പാട്ട് പോയിട്ടുണ്ട്. ഒരുപാട് മനുഷ്യർ ഭാഷാഭേദമന്യേ ദേശഭേദമന്യേ ആ പാട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ തെളിവുകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നുണ്ട്. ഇത്രയും നല്ല ഒരു സർക്കുലേഷൻ ആ പാട്ടിന് കൊടുത്തതിന് ഓരോ സഖാവിനോടുമുള്ള അങ്ങേയറ്റത്തെ കടപ്പാടും നന്ദിയും ഓരോ മലയാളികളും, ഈ ഭരണം മടുത്ത ചിന്തിക്കാൻ ശേഷിയും വിവേകവുമുള്ള ഓരോ മനുഷ്യരും രേഖപ്പെടുത്തുന്നു. അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യ ദാഹികളായിട്ട് തുടർന്നും അലയാനുള്ള സാഹചര്യം നിങ്ങൾക്ക് പലയിടങ്ങളിൽ നിന്നും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.